കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം മുംബൈ വിജയിച്ചതോടെ കൂടുതൽ കണക്കുകൂട്ടലുകൾ ഒന്നും തന്നെ ഇല്ലാതെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ തീരുമാനമായി. ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, ഇനി ബാക്കി ഈ 4 ടീമുകൾ മാത്രം. സീസണിൽ ഉടനീള സർവാധിപത്യത്തോടെയാണ് ജിടിയും RCBയും പഞ്ചാബും പ്ലേ ഓഫിലേക്ക് എത്തിയതെങ്കിൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഗംഭീര തിരിച്ചുവരവിലൂടെയാണ് മുംബൈ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് ഒരു ബ്രേക്കിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത ശേഷം മുൻപത്തെ അതേ ആധിപത്യം ഈ ടീമുകൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്രധാന പല വിദേശ താരങ്ങളും പ്ലേ ഓഫ് കളിക്കാൻ ഉണ്ടാകില്ല. ടെമ്പററി റീപ്ലേസ്മെന്റുകൾ ഇപ്പോൾ തന്നെ ടീമുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ഓരോ ടീമിന്റെ കിരീട സാധ്യതകൾ, ടീമുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് ടൈറ്റൻസ്, സായി സുദർശൻ, ഗിൽ, ബട്ട്ലർ, ഈ 3 പേരുടെയും മുന്നിം പ്രകടനമാണ് ജിടിക്ക് ഈ സീസണിൽ ഉടനീളം നിർണായകമായത്. ടോപ്പ് 3 നേടിയ ബൾക്ക് സ്കോറിംഗ് ആണ് ജിടിക്ക് ഭൂരിഭാഗം വിജയങ്ങളും സമ്മാനിച്ചത്. എന്നാൽ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ബട്ട്ലർ ഉണ്ടാകില്ല എന്നത് ജിടിക്ക് കനത്ത തിരിച്ചടിയാണ്. താരത്തിന് റീപ്ലേസ്മെന്റായി കുശാൽ മെൻഡിസിനെ ടീമിലെത്തിച്ചുവെങ്കിലും ബട്ട്ലർ ഇല്ലാത്തത് ജിടിക്ക് പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഷാറുഖ് ഖാനും റുദർഫോർട്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജിടിക്ക് പ്രതീക്ഷ നൽകുന്നു എങ്കിലും ആര് ബട്ട്ലറിന്റെ റോൾ ഹാൻഡിൽ ചെയ്യുമെന്നത് വലിയ ചോദ്യമാണ്. റാഷിദ് ഖാന്റെ ഫോമില്ലായ്മയും ജിടിക്ക് പ്ലേ ഓഫിൽ തിരിച്ചടിയാണ്. തന്റെ കരിയറിലെ ഏറ്റവും മോശം കാലത്തിലൂടെയാണ് റാഷിദ് കടന്നു പോകുന്നത്. റബാഡയും പ്ലേ ഓഫിൽ ഇല്ല എങ്കിലും അത് വലിയൊരു പ്രശ്നമാകില്ല. 2ാം ക്വാളിഫയറും ഫൈനലും അഹമ്മദാബാദിലാണ് എന്നത് ജിടിക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഓപ്പണേഴ്സ് തങ്ങളുടെ ഫോം തുടർന്നാൽ ജിടിയെ പിടിച്ചുകെട്ടുക എന്നത് അസാധ്യമാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, സീസണിൽ ഉടനീളം മിന്നും പ്രകടനം നടത്തിയാണ് RCB പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. ഈയൊരു ബ്രേക്ക് സഹായമായ ഒരു ടീം RCB ആയിരുന്നു. പരിക്ക് പറ്റിയ ഫിൽസാൾ, രജത് പട്ടിദാർ, ഹെയ്സൽവുഡ് താരങ്ങൾ തിരിച്ചെത്താൻ ഈ ബ്രേക്ക് സഹായിച്ചു. പരിക്കിൽ നിന്നും തിരിച്ചു വരുന്ന ഇവർ പഴയ ഫോം തുടർന്നാൽ ടീമിന് ആദ്യ കപ്പ് സ്വപ്നം കാണാം. ജേക്കബ് ബത്തെ, ലുങ്കി എങ്കിഡി താരങ്ങൾ പ്ലേ ഓഫിൽ അവൈലബിൾ അല്ല എങ്കിലും RCBക്ക് അത് വലിയ തിരിച്ചടിയാകില്ല. പ്ലേ ഓഫിലെ മോശം റെക്കോർഡാണ് RCBക്ക് തിരിച്ചടി. ഇതിലും മികച്ച ഫോമിൽ പോയിട്ട് ഫൈനലിൽ കളി മറന്ന ചരിത്രം ഉള്ളതുകൊണ്ട് എങ്ങനെ RCB പ്ലേ ഓഫിൽ പെർഫോം ചെയ്യുമെന്നത് ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒന്നാണ്. പഞ്ചാബ് കിങ്സ്, 2014 ശേഷം ആദ്യമായാണ് പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. നിലവിൽ മികച്ച ഫോമിലാണ് പഞ്ചാബ്. ശക്തമായ ബാറ്റിംഗ് നിര തന്നെയാണ് ഈ സീസണിൽ പഞ്ചാബിന്റെ കരുത്ത്. പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ മാർക്കോ ജാൻസൺ ഉണ്ടാകില്ല എന്നത് മാത്രമാണ് പഞ്ചാബ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. താരം ടീമിന്റെ നിർണായക ഘടകമാകുമ്പോൾ താരത്തിന് പകരം ആര് എന്ന വലിയ ചോദ്യം പഞ്ചാബിന് മുൻപിലുണ്ട്. സീസണിൽ ഇൻകൺസിസ്റ്റന്റ് പ്രകടനമാണ് പഞ്ചാബ് ബോളിംഗ് നിര കാഴ്ചവച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാൻസൺ പോകുന്നത് ടീമിന് തിരിച്ചടിയാണ്. എങ്കിലും തങ്ങളുടെ ബാറ്റിംഗ് നിര മിന്നും പ്രകടനം നടത്തിയ ആദ്യ കപ്പ് എന്ന സ്വപ്നം പഞ്ചാബിന് സ്വന്തമാക്കാം. മുംബൈ ഇന്ത്യൻസ്, സീസണിലെ മോശം തുടക്കത്തിന് ശേഷമാണ് 5 വട്ടം ചാമ്പ്യന്മാർ പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. നിലവിൽ ബാക്കിയുള്ള 4 ടീമിൽ ഏറ്റവും ശക്തരും അപകടകാരികളും മുംബൈയാണ്. കാരണം അവരുടെ പ്ലേ ഓഫ് റെക്കോർഡുകൾ തന്നെയാണ്. പ്ലേ ഓഫിൽ CSKയിലും മികച്ച പ്രകടനം നടത്തുന്ന ഏക ടീം മുംബൈയാണ്. നിലവിൽ ടീം സന്തുലിതമാണ്. ബാറ്റിംഗിൽ സൂര്യയുടെ മിന്നും ഫോമും ബോളിംഗിൽ ബുംറ എന്ന വജ്രായുധവും മുംബൈ പ്രതീക്ഷകൾക്ക് ചിറക് നൽകുന്നു. എന്നാൽ മുംബൈ നേരിടുന്ന പ്രധാന വെല്ലുവിളി പ്ലേ ഓഫിൽ ഫോറിൻ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റിയാണ്. റിക്കിൾട്ടൺ, വിൽ ജാക്സ്, കോർബിൻ ബോഷ് താരങ്ങൾ തിരിച്ചു പോകുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് മുംബൈക്ക്. ഇവർ 3 പേരും പ്ലേയിങ് ലെവലിലെ താരങ്ങളാകുമ്പോൾ അത് എങ്ങനെ മുംബൈ മറികടക്കും എന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. ബെയർസ്റ്റോ അടക്കം താരങ്ങളെ ടീമിൽ എത്തിച്ചുവെങ്കിലും അവർ എത്രമാത്രം പെർഫോം ചെയ്യുമെന്നത് കണ്ടറിയണം. എങ്കിലും ഒരു കൂട്ടം മാച്ച് വിന്നേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കിരീട പോരാട്ടത്തിൽ മുൻപിൽ മുംബൈ തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.